ഹലോ, ഇതാണ് എൻ്റെ വീടിൻ്റെ ഇന്ന് രാവിലത്തെ അവസ്ഥ. ഇന്ന് കുറച്ച് വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതാ അടുക്കള ജനലൊക്കെ തുറന്നപ്പോൾ വെളിച്ചം നമ്മുടെ അടുക്കളയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ജനലൊക്കെ തുറന്ന് ഞാൻ സിറ്റൗട്ട് പോയപ്പോൾ അങ്ങനെ അഴുക്കുക കേട്ടോ. രാത്രി ഇങ്ങനെ പൂച്ചയും നായകളൊക്കെ കയറി കിടക്കും. സിറ്റൗട്ട് ഞാൻ രാവിലെ ഇങ്ങനെ തുടച്ചിടും കേട്ടോ. സിറ്റൗട്ട് എന്ന് ഞാൻ തുടയ്ക്കും, 2 നേരം സിറ്റൗട്ട് ഞാൻ തുടയ്ക്കും കേട്ടോ. വീട് ഒരു 2-3 ദിവസം കൂടുമ്പോൾ തുടയ്ക്കില്ല. പക്ഷേ സിറ്റൗട്ട് എനിക്ക് നിർബന്ധമുള്ള കാര്യം കേട്ടോ. നമ്മൾ വിളക്ക് വയ്ക്കുന്ന ടൈമിലും തുടയ്ക്കും, രാവിലെ എൻ്റെ പാടെയൊന്ന് തുടയ്ക്കും. അങ്ങനെ സിറ്റൗട്ടൊക്കെ തുടച്ച ശേഷം ഞാൻ ആ മിറ്റൊന്ന് ആദ്യം നിന്നെ അടിക്കാമെന്ന് വെച്ചു കേട്ടോ. കാരണം മുറ്റത്ത് നിറച്ച് കുപ്പുണ്ട് കേട്ടോ, നന്നായി അടുക്കുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വരട്ടെ. ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. പിള്ളേരൊക്കെ സ്കൂളിലേക്ക് വിടണം, അവർക്ക് ചോറാക്കണം, കറിയാക്കണം, ആ പണികളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ച ശേഷം മിറ്റം ഒരുവിധമൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയും പണികളുണ്ട്. ഇന്ന് ഞാൻ ബീഫിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. കപ്പയും ബീഫും ഉണ്ട്. അപ്പോൾ കപ്പയും എല്ലും ബീഫും കൊണ്ട് ചേർത്തിട്ടുള്ള ബീഫായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബീഫ് നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും 2 പച്ചമുളകും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കാം. ഞാൻ അതൊന്നും ചേർത്തില്ല. അപ്പോഴേക്കും നമുക്ക് അപ്പുറത്തൊരു അടുപ്പിലോട്ട് നമുക്ക് ചെറിയുള്ളിയും തേങ്ങാക്കൊത്തോട്ട് കൊടുത്ത്, ചെറിയുള്ളി കുറച്ചുണ്ട്, കുറച്ച് ഒരു സവോളയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് ഏകദേശം ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തക്കാളി ആട്ടോ. 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആർക്കും അപ്പോൾ ബീഫൊക്കെ വയ്ക്കാൻ അറിയാത്തില്ല, എന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അതിനുശേഷം തക്കാളി ഇട്ട ശേഷം വഴന്ന ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ വീണ്ടും ഇട്ടിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലൊക്കെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് ഇട്ട് കൊടുത്തിട്ട് ഈ മിക്സിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഗരം മസാലയും കുറേപ്പി ഇട്ട് കൊടുത്ത് ബീഫ് റെഡി ആയി. ഇപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും കപ്പയെ ഞാൻ കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൊത്തി അരിഞ്ഞ കപ്പയാണ് ഇഷ്ടം ഇങ്ങനെ ഈ ബീഫിലൂടെ കഴിക്കാൻ. അപ്പോൾ അത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇങ്ങനെ നന്നായി നുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ബീഫിലെ കുറച്ച് എല്ലും കുറച്ച് ഗ്രേവിയും കൂടി ഈ കപ്പയിലിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മൊത്തം ബീഫ് കൊട്ടിക്കഴിഞ്ഞാൽ പിള്ളേർ കപ്പ കഴിക്കത്തില്ല. അപ്പോൾ അതാ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. എനിക്ക് സ്വതവേ ഞാൻ തട്ടുകടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളെ കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിച്ച് ഞാൻ കോലം കെട്ടുകൂടെ കിച്ചണിൽ നിന്നിട്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. ഞാൻ പുതിയ വീഡിയോ ഉടനെ വരെ. ബൈ, സി യു.